ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 4 വാക്കുകൾ തന്നെയാണ്. ആദ്യത്തേത് മൊമെൻറ്റ് എന്നുള്ള വാക്കാണ്. മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണ്. നിമിഷം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ നമുക്ക് ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ് എന്ന ഒരു സെൻറ്റൻസിൽ പറയാം. അതുപോലെ വി ഹാഡ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് വെൻ വി വെൻറ്റ് ടു സം പ്ലേസസ്. മറ്റൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഡു യു ഹാവ് എ മൊമെൻറ്റ്, നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. അതുപോലെ നിനക്ക് അല്പം അല്ലെങ്കിൽ ഒരു നിമിഷമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒന്ന് വരണം, എനിക്കൊരു കാര്യം ചെയ്തു തീർക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എങ്ങനെ പറയും? വെൻ യു ഹാവ് എ മൊമെൻറ്റ് കുഡ് യു കം ടു മൈ ഡെസ്ക്. ഇതൊക്കെ ഓഫീസുകളിലൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ബാക്കിയുള്ളവർ ബിസി ആണെങ്കിൽ അതിനെക്കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ വെൻ യു ഹാവ് എ മൊമെൻറ്റ്, ഡു യു ഹാവ് എ മൊമെൻറ്റ്, ക്യാൻ യു കം വിത്ത് മീ ഫോർ എ മൊമെൻറ്റ്, ഐ ക്യാൻ കോൾ യു ഇൻ എ മൊമെൻറ്റ്, അല്ലേ? എന്നെ പെട്ടെന്നൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ബിസി ആണെങ്കിൽ വി ക്യാൻ ടെൽ ഐ ക്യാൻ കോൾ യു ഇൻ എ മൊമെൻറ്റ്, അങ്ങനെ പറയാം. അങ്ങനെ ഓരോ സിറ്റുവേഷനുകളിൽ മൊമെൻറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്കും ഇതുപോലെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വലിയ നല്ല മധുരമുള്ള നിമിഷങ്ങൾ അത് കമൻറ്റിൽ ഇടാവുന്നതാണ്. ഒരു എൻഗേജിങ് എന്നുള്ള രീതിയിൽ. മൊമെൻറ്റിനോട് സാമ്യമുള്ള മറ്റൊരു വാക്കാണ് മൂവ്മെൻറ്റ്. പലപ്പോഴും മൊമെൻറ്റും മൂവ്മെൻറ്റും പല ആളുകളും, നന്നായിട്ട് അറിവുള്ള ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. രണ്ടിൻ്റെ തിരിച്ചുമറിച്ചും, പിന്നെ ഒന്നിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഉണ്ടാവാൻ പാടില്ല. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനം എന്നുള്ള അർത്ഥമാണ്. ചലനം, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എന്തെല്ലാം എക്സാമ്പിൾസ് പറയാം? വി ക്യാൻ ഹാവ് അവർ മൈ ഹാൻഡ് ഈസ് മൂവിങ്, ദ മൂവ്മെൻറ്റ് ഓഫ് മൈ ഹാൻഡ്, അത് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാം. അതുപോലെ തന്നെ മൈ മൂവ്മെൻറ്റ് ഓഫ് മൈ ഹെഡ്, ഓക്കെ, ടുവേർഡ്സ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ഓർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ, ദീസ് മൂവ്മെൻറ്റ്സ്, അതൊരു മൂവ്മെൻറ്റാണ്. അതേപോലെ നമുക്ക് പറയാവുന്നതാണ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ നീഡിൽ ഓഫ് ദ ക്ലോക്ക്, that is troubling me because the movement of the needle, it's troubling me because the time is passing by so fast. I wanted to do something, I want to finish something, but the time is, every time I look at the clock, the time is running. I mean, that's why. So the movement of the hands of the clock, needle of the clock, avade namukku angane parayam. Adepole movement of the vehicles on the road during the rush hour, the traffic is very slow because the movement, and we can see the movement of the vehicles are slow as well. So ഇങ്ങനെ അത് ആ രീതിയിൽ പറയാം. മറ്റൊന്ന് നമുക്ക് ഒരു മെഷീനറിയുടെ മൂവ്മെൻറ്റ്. കാരണം എന്തോ ഒരു സഡൻ മൂവ്മെൻറ്റ് ഓഫ് എ മെഷീനറി ദാറ്റ് ഹാസ് കോസ്ഡ് എ സീരിയസ് ഡാമേജ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കയ്യിനോ അല്ലെങ്കിൽ ശരീര അവയവത്തിന് എന്തോ ഒരു അപകടം സംഭവിച്ചു ബിക്കോസ് ഓഫ് ദി അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് ഓഫ് എ മെഷീനറി, അല്ലെങ്കിൽ ഒരു ടൂൾ, മൂവ്മെൻറ്റ് ഓഫ് എ ടൂൾ കോസ്ഡ് ഡാമേജ് ആൻഡ് ഹി വാസ് ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ്ഡ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും മൂവ്മെൻറ്റ് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ മൊമെൻറ്റ് എന്നുള്ള വാക്ക് പറയരുത്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് മീനിങ് ആണ് വായിക്കുന്ന ആൾക്കോ അത് കേൾക്കുന്ന ആൾക്കോ കിട്ടുന്നത്. ഇനി മറ്റൊരു കോമൺലി ആളുകൾ മിസ്റ്റേക്ക് വരുത്തുന്നൊരു വേർഡാണ് മെമെൻറ്റോ എന്ന് പറയുന്ന വാക്ക്. നമുക്കറിയാം മെമെൻറ്റോസ് എപ്പോഴാണ് കൊടുക്കാറുള്ളത്? ഒരു പ്രശസ്തി പത്രത്തിൻ്റെ കൂടെ മറ്റുള്ളവരെ ആദരിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ കഴിവുകളെ പ്രശംസിച്ചുകൊണ്ട്, ചെയ്തു പോയ നല്ല കാര്യങ്ങളെ ആദരിച്ചുകൊണ്ടൊക്കെ നൽകുന്ന ഒരു പ്രശസ്തി പത്രം പോലെ തന്നെയുള്ള ഒരു അവാർഡാണ് സ്മരണികയാണ് മെമെൻറ്റോ എന്ന് പറയുന്നത്. പലപ്പോഴും ഈവൻ ആളുകൾ നല്ല സ്റ്റേജ് ഫിലിം ഫെസ്റ്റിവലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചില സ്പീക്കേഴ്സ് അവർ അനുമോദനങ്ങളും കാര്യങ്ങളും പറയുമ്പോഴായിക്കോട്ടെ, അതുമല്ലെങ്കിൽ മറ്റു വേദികളിലൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും മെമെൻറ്റോയ്ക്ക് പകരം മൊമെൻറ്റോ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെയുള്ള കാരണം ഈ മെമെൻറ്റോ എന്നുള്ള വാക്ക് ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇനി ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. മെമെൻറ്റോസ് ആർ ഗിവൺ വെൻ സംബഡി അച്ചീവ് സംതിങ്. മെമെൻറ്റോസ് ആർ ഗിവൺ സം അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ്, സം മൈൽസ്റ്റോണുകൾ, മൈൽസ്റ്റോണുകളൊക്കെ ഭേദിക്കുമ്പോൾ സ്പോർട്സ്, കായിക രംഗത്ത് ഉള്ള അച്ചീവേഴ്സിന്
എന്തെങ്കിലും സക്സസ്ഫുള്ളായിട്ട് എന്തെങ്കിലും റെക്കോർഡുകളൊക്കെ ബീറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് നൽകുന്നു നമ്മൾ മെമെൻറ്റോസ്. അതുപോലെ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ, നാട്ടിൽ തന്നെ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സോഷ്യൽ വർക്കേഴ്സ്, ഇവർക്കൊക്കെ അവരുടെ പ്രവർത്തനത്തിന് അനുമോദിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടൊക്കെ ഓർമ്മയ്ക്കായി നമ്മൾ സ്മരണികകൾ നൽകാറുണ്ട്, മെമെൻറ്റോകൾ നൽകാറുണ്ട്. സോ വി ഹാവ് ടു encourage giving more mementos to a lot of our students who are achieving high marks in the public examinations or academic levels. So in these situations we have to give mementos and appreciate them as much as we could. ആ ഒരു രീതിയിൽ മെമെൻറ്റോ നമ്മൾ ഉപയോഗിക്കുക. ആ മെമെൻറ്റോയും മൊമെൻറ്റും തമ്മിൽ മിക്സായി ഉപയോഗിക്കാതിരിക്കുക. ഇനി മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് മോണ്യുമെൻ്റാണ്. മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മരണികയല്ല, ബട്ട് സ്മാരകം. നമ്മൾ മലയാളത്തിൽ എപ്പോഴും കേൾക്കുന്നതാണ്. സോ ദർ ആർ സോ മെനി മോണ്യുമെൻറ്റ്സ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ഇഫ് യു ജസ്റ്റ് ടേക്ക് ഇന്ത്യ, വി ഹാവ് എ ലോട്ട് ഓഫ് മോണ്യുമെൻറ്റ്സ്. ജസ്റ്റ് ലൈക്ക് ഫോർ എക്സാമ്പിൾ താജ് മഹൽ ഈസ് എ മോണ്യുമെൻറ്റ് which was built by Shah Jahan, Empire Shah Jahan, for whom? For his beloved wife, right? Who is that? മുംതാസ് മഹൽ. പിന്നെ അതുപോലെ തന്നെ കുത്തബ് മിനാർ, ഹുമയൂൺ ടോംബ്, മറ്റു ക്ഷേത്രങ്ങൾ, ഗോൾഡൻ ടെമ്പിൾ, കൊണാർക്ക് ടെമ്പിൾ, അങ്ങനെ ഇഷ്ടംപോലെ ഏത് സ്റ്റേറ്റ് പോയി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടംപോലെ മോണ്യുമെൻറ്റ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇഫ് യു ലുക്ക് അറ്റ് ദി അതർ കൺട്രീസ്, ജസ്റ്റ് ലൈക്ക് ഇൻ ഫ്രാൻസ് വി ഹാവ് ഈഫൽ ടവർ. ഇഫ് യു ഗോ ടു ന്യൂയോർക്ക് വി ഹാവ് സ്റ്റാച്യൂ ഓഫ് ലിബർട്ടി and the world famous Giza pyramid in Egypt. See, all these are monuments. Okay, so these are all built in remembrance of some person, some events kind of. So these are monuments. So ഈ ഒരു വ്യത്യാസം നമ്മൾ ഈ 4 വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മളിപ്പോൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുമായി അല്ലെങ്കിൽ ഐഡിയാസുമായി സാമ്യമുള്ള വാക്കുകൾ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേകതയുള്ള വാക്കുകളൊക്കെയായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ വരാം.